ഹായ്, അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. ഇന്ന് രാവിലെ അമ്മയ്ക്ക് ഒരു ചൂര കിട്ടി, വലിയൊരു ചൂര. അത് നമുക്കൊന്ന് കറി വെച്ചാലോ, ഈ ചൂര? അപ്പോൾ കറി വെക്കാം നമുക്കിത്. ഇതെങ്ങനെ വെട്ടാം, നമുക്ക് വെട്ടി കഷ്ണിച്ച് എല്ലാം കൊണ്ടുവരട്ട് കറി വെക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇതുണ്ടോ, വലിയൊരു ചൂരയാണ്. അത് കറി വെക്കാം നമുക്ക്. അതിന് മുമ്പായിട്ട് അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ അമ്മയ്ക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത മെല്ലലൊന്ന് അമ്മയ്ക്ക് കേൾക്കണേ. അപ്പോൾ അമ്മ ഇടുന്ന വീഡിയോ എല്ലാം കാണാം. അപ്പം നമുക്കിപ്പോൾ മീൻ വെട്ടാൻ മീൻ വെട്ടാൻ പോവുകയാണ്. എനിക്ക് മീൻ വെട്ടി വലിയ വശമൊന്നുമില്ല. ഇവിടെ ചേട്ടനാണ് മീൻ വെട്ടുന്നത്. എന്നാലേ ഞാനൊന്ന് നോക്കുക. ചേട്ടനിപ്പോൾ ഇവിടെ ഇല്ല. ഈ രണ്ട് സൈഡ് നമുക്ക് ചെത്തണം. ഇതിൻ്റെ ചെത്തിയിട്ട് വേണം തൊലിയിരിക്കാൻ. രണ്ട് സൈഡും ഞാനൊന്ന് കാണിക്കുന്നത് അറിയാൻ വയ്യാത്തവരാരേലും ഉണ്ടേ ഒന്ന് കാണിച്ചേക്കാവെന്ന് വെച്ചു. അല്ലെ വെട്ടി കഷ്ണിച്ച് കഴിഞ്ഞാൽ ചിലർക്ക് വെട്ടാൻ അറിയത്തില്ല, അല്ലെ ബുദ്ധിമുട്ടല്ലേ മീൻ കിട്ടിയാലേ. അപ്പം അങ്ങ് കാണിക്കാമെന്ന് വെച്ചു. വലിയ മീനൊക്കെ വരുമ്പോൾ ഇവിടെ ചേട്ടനാണ് വെട്ടുന്നത്, ഞാനല്ല. നാളാന്നേലും ഈ വാള കിട്ടിയപ്പോഴൊക്കെ ചേട്ടനാണ് വെട്ടിയത്, വെട്ടി കഷ്ണിച്ചൊക്കെ തന്നത്. അതിന് രണ്ട് സൈഡും നമുക്ക് ചെത്തണം. ചെത്തിയിട്ട് വേണം നമുക്കിവിടെ തൊലിയിരിക്കാൻ. കട്ടിയുള്ള മുള്ള ഇവിടൊക്കെ. ഇപ്പം ആരും കൂടുതലും മീനൊന്നും നമ്മളിപ്പം എല്ലാം ചന്തയിൽ പോയി കഷ്ണിച്ചല്ലേ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല ആർക്കും മീൻ കറിയൊന്നും വെക്കാനാ. ഇങ്ങനെ തൊലിയിരിക്കാനാ പാട്. കയ്യിലൊക്കെ നല്ല നഖം വേണം നമുക്കിങ്ങനെ പിടിച്ചിട്ട് മീൻ എടുക്കാൻ. എന്നാലേ നമുക്കിത് കഴിക്കാൻ. അത് നമുക്ക് ചെത്തി ഇങ്ങനെ തൊലിയിരിക്കണം. ഇപ്പം കണ്ടോ, രണ്ട് സൈഡും ചെത്തുക. എന്നിട്ട് ഇവിടുന്ന് പിടിച്ചിട്ട് നമ്മളിങ്ങനെ തൊലി ഇരിക്കുക. അങ്ങനെ നമ്മൾ വെട്ടേണ്ടത്. ഇനി നമുക്കത് മുഴുവനും കൂടെ മറ്റേ വശം കൂടെ തൊലി ചെത്തിയിട്ട് വരട്ടെ. ഇനി എന്താണ്ട് ഇങ്ങനെ തൊലി രണ്ട് സൈഡും ഇരിച്ചു. ഇനി എന്താണ്ട് നമ്മളിങ്ങനെ രണ്ട് സൈഡും ചെത്തിയിട്ട് കണ്ടിങ്ങനെ തല കണ്ടിക്കണം. തല കണ്ടിച്ചപ്പോൾ മീൻ കിട്ടി. വേണ്ട, എന്നിട്ടിനി വാലൂടെ കണ്ടിക്കും. അതൊക്കെ കണ്ടിക്കാൻ പാടാ. ഇത്രയേ ഉള്ളൂ മീൻ കണ്ടിച്ച്. മീൻ വെട്ടിയെടുത്തു. നമുക്ക് ആ തലയും കൂടെ എടുക്കാം. തലയും നല്ലതാണ് ഇതിൻ്റെ. നമുക്ക് മീൻ കഷ്ണിച്ചെടുക്കാവേ. ഇങ്ങനെ അങ്ങോട്ട് ചെത്തണം. പാലിൻ്റെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചെത്തുമ്പോൾ കഷ്ണം ഇഞ്ഞ് കണ്ടോ, ഇതുപോലെ രണ്ട് സൈഡും കണ്ടോ ഇങ്ങനെ കിട്ടും. ഇനി നമുക്കിത് ഇങ്ങനെ പീസാക്കണം. നമ്മുടെ എത്രയും വലിപ്പം വേണം നമുക്ക്, അതിൻ്റെ അനുസരിച്ച് നമുക്ക് പീസാക്കി എടുക്കാം. ഇതണ്ട, അത്രയേ ഉള്ളൂ മീൻ വെട്ടുന്നത്.
കണ്ടോ കഷ്ണിച്ച് കഴിഞ്ഞു. എന്ത് പെട്ടെന്നാണ് മീൻ വെട്ടിയത്, അറിയാൻ വയ്യെങ്കിലും പെട്ടെന്ന് വെട്ടി. ഇനി നമുക്ക് ഇത് കഴുകിയെടുത്തോണ്ട് വരട്ടെ, കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഈ ചട്ടി അടുപ്പിലോട്ട് വെക്കാം, മീൻ കറി വെക്കാൻ. ചൂടാകട്ടെ ചട്ടി ഒന്ന്. നമ്മുടെ ചട്ടി ചൂടായി, നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ 2-3 സ്പൂൺ വെളിച്ചെണ്ണയ്ക്ക് ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. വെളിച്ചെണ്ണ ചൂടായി, നമുക്കൊരു ശകലം കടുകിടാം. കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടുന്നുണ്ട്. അവിടെ ഒരു ചുള വെളുത്തുള്ളി, 2-3 ചുമന്നുള്ളി, ഒരു കൊത്ത് ഇഞ്ചി, 2 പച്ചമുളക് ഇത്രയും കീറിയതുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തോട്ടിടാം. ഇതൊന്ന് മൂക്കട്ടെ. നമുക്ക് കരിയാപ്പില ഇടാം. കരിയാപ്പിലയുടെ തണ്ടും കൂടെ നമുക്ക് മുറിച്ചതിനകത്തോട്ടിട്ടേക്കാം. അത് നല്ലതാണ്, നല്ലൊരു രുചിയാണ്. തണ്ടിൻ്റെ ഇലയുടെ എല്ലാം കൂടെ രുചി ഇറങ്ങും മീൻ കറിക്ക്. നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടാം. 1 സ്പൂൺ, 1, 2, 3. ഇത് കാശ്മീരി മുളക് പൊടി പൊടിച്ചതാണ്, എരിവില്ലാത്തതാ. 4 സ്പൂൺ മുളക് പൊടി ഇട്ടു. നമുക്ക് എരിവിൻ്റെ അനുസരിച്ച് ചേർക്കാം മുളക് പൊടി. 1 സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തു. 1/2 ടീസ്പൂണ് ഉലുവാപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. മുളകൊക്കെ നമ്മുടെ എരിവ് അനുസരിച്ച് നമുക്ക് ചേർക്കാം. എരിവ് വേണ്ടാത്തവർക്കാണെങ്കിൽ മുളക് കുറയ്ക്കാം. എരിവ് വേണ്ടിയവർക്കാണെങ്കിൽ എരിവിൻ്റെ അനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർക്കാം. ഈ മുളകിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മുളകിൻ്റെ പച്ചമണമൊക്കെ പോയി. നമുക്കിനി തോടംപുളി ഇട്ട് വെള്ളം ഒഴിക്കാം. നല്ല തോടംപുളി വെള്ളത്തിലിട്ടേക്കാം കഴുകി. ആ വെള്ളം നമുക്ക് അങ്ങോട്ട് ഒഴിക്കാം, പുളിയും വെള്ളവും എല്ലാം. ഇത് നല്ലോണം തിളക്കട്ടെ. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. മീൻ വേകാൻ ആവശ്യത്തിനുള്ള 1 സ്പൂണ് ഉപ്പ് പൊടിയും കൂടി ഇടാം. മീൻ ഇടാൻ ഇത് അരപ്പ് ഒന്ന് തിളക്കട്ടെ. തിളക്കിച്ചിട്ട് നമുക്ക് മീനിടാം. നമ്മുടെ മീനിൻ്റെ അരപ്പ് തിളച്ച് നമുക്കിത് മീൻ പറക്കിയിടാം. ഈ മീൻ നല്ലതായിട്ടൊന്ന് വേകട്ടെ. മൂടി വെക്കാം. നമുക്ക് നമ്മുടെ മീൻ കറി ഒന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയായിരുന്നു ഉപ്പുണ്ടോ എന്ന് നോക്കാനൊക്കെ. അന്നേരം ഉപ്പൊക്കെ ഉണ്ട്. മീനെല്ലാം പറ്റി നല്ലതായിട്ട്. ഇനി നമുക്ക് തീ അങ്ങ് കെടുത്തിയേക്കാം. നമുക്കൊരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഇതിനകത്തോട്ടൊന്ന് ഒഴിക്കാം. മീനകത്തോട്ട് ഇച്ചിരി കരിയാപ്പില, പച്ചക്കരിയാപ്പിലയും കൂടെ അതിൻ്റെ മണ്ടയിലോട്ടിടാം. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡിയായി. അത് നമ്മുടെ മീൻ കറി എല്ലാം പറ്റി നല്ലൊരു മീൻ കറിയാണ് ഇത്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെ കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്ന ഒരു മീൻ കറിയാണ്, ഒരു നാടൻ മീൻ കറി. എല്ലാവരും വെച്ച് നോക്കണം.
അടുത്ത ഒരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്.